എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് വൊക്കാബുലറി പാർട്ടിലെ ഫ്രേസൽ വെർബ്സ് ആണ് ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത്. അതായത് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ പരീക്ഷകളിലൊക്കെ നമുക്ക് തലവേദനയായിട്ട് വരുന്നതാണ് ഈ ഫ്രേസൽ വെർബ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇന്ന് സിമ്പിളായിട്ട് പഠിക്കാൻ പോവാണ്. അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏറ്റവും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മാക്സിമം ഇനിയിപ്പം LDC LP UP ഒക്കെ എക്സാം എഴുതുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം പ്രയോജനപ്പെടും നമ്മുടെ ക്ലാസ്സസ്. ഇതിനു മുമ്പേ നമ്മൾ ഇഡിയംസിൻ്റെ ക്ലാസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷന്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്ലാസ് കൂടെ ചെയ്തിട്ടുണ്ട്. മാക്സിമം നിങ്ങളത് കാണാൻ ശ്രമിക്കുക. അതെല്ലാം നമ്മുടെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റിലുണ്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനോട് ഒന്ന് അമർത്തി വെക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കൂടെ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് പഠിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞിരുന്നു ഫ്രേസൽ വെർബ്സ് ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പുട്ട് വെച്ചുള്ളതെല്ലാം ഇന്നങ്ങ് പഠിച്ച് തീർക്കാം. പുട്ട് വെച്ചുള്ള എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നത് പുട്ടിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട്, അതായത് നിയമിക്കുക എന്ന അർത്ഥമുണ്ട്. പിന്നെ ഇൻസേർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? തള്ളിക്കയറ്റുക, ആ അർത്ഥമുണ്ട്. പുട്ടിൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർത്ത് വെച്ചാൽ പുട്ട് ഇന്നെന്ന് ഉദ്ദേശിക്കുമ്പോൾ ഇൻസേർട്ട് എന്ന് പറഞ്ഞൊരു അർത്ഥമുണ്ട്. ഇൻസേർട്ട് തള്ളിക്കയറ്റുക എന്നൊക്കെ ഉള്ളൊരു അർത്ഥത്തോടെ വരും. പുട്ടിൻ്റെ ഇന്നല്ലേ, ഇന്ന് നിങ്ങൾ ഇൻസേർട്ടായിട്ട് അങ്ങ് കണക്ക് കൂട്ടുക. ഇനി പരീക്ഷയ്ക്ക് പുട്ടിന് എവിടെ കണ്ടാലും നിങ്ങൾ ഇൻസേർട്ട് എന്നങ്ങ് ഉദ്ദേശിക്കുക. പുട്ടിൻ എന്ന് പറഞ്ഞാൽ ഇൻസേർട്ട്. അതുപോലെ തന്നെ അപ്പോയിൻറ്റ് എന്ന് പറഞ്ഞൊരു അർത്ഥത്തോടെ ഉണ്ട്. അപ്പോയിൻറ്റ്, പുട്ടിൻ എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റ്, അതായത് നിയമിക്കുക എന്നത്. അപ്പം പുട്ടിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട്. പുട്ടിൻ എന്ന് പറയുമ്പോൾ അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട്, മറക്കല്ലേ. അടുത്തത് നമുക്ക് നോക്കാം. പുട്ട് എക്രോസ് വരുമ്പം കമ്മ്യൂണിക്കേറ്റ് ആണ് വരുന്നത്. പുട്ട് എക്രോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ്. അപ്പം നമ്മൾ ആൾക്കാരെ ആശയവിനിമയം നടത്തുക എന്നതാണ് പുട്ട് എക്രോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എക്രോസ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറുകെ ഇടുക എന്നൊക്കെ ഇല്ലേ അർത്ഥം. അപ്പോൾ കുറുകെ പോയി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നൊക്കെ അങ്ങ് ഓർത്ത് വെച്ചാൽ മതി. പുട്ട് എക്രോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പലരിലേക്കും നമ്മൾ ആശയവിനിമയം നടത്തുകയെന്ന്. പുട്ട് എക്രോസ്, പലരിലേക്കും നമ്മൾ ആശയവിനിമയം നടത്തുക എന്നങ്ങ് ഉദ്ദേശിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. പുട്ട് എക്രോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ്. ക്ലിയർ ആയ? അടുത്തത് പുട്ട് ബൈ, ടു സേവ് ആൻ എമൗണ്ട്. അത് പുട്ട് ബൈ എന്ന് പറയുമ്പോൾ ടു സേവ് ആൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ സമ്പാദിക്കുക എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഈ പുട്ടിൻ്റെ കൂടെ ബൈ ഇല്ലേ, ബൈ, ആ BYE എന്ന് പറയുമ്പോൾ ഇതിനിടയ്ക്ക് BUY എന്ന് പറയുമ്പോൾ എന്താണ്? ചിലവഴിക്കുക, സാധനം വാങ്ങിക്കുക എന്നുള്ള അർത്ഥം. അപ്പോൾ സാധനം വാങ്ങിക്കാൻ എന്ത് വേണം? നമ്മൾ സമ്പാദിച്ചാലേ നമുക്ക് സാധനം വാങ്ങിക്കാൻ സാധിക്കൂ. അപ്പോൾ ഓർത്ത് വെച്ചോ, പുട്ട് ബൈ എന്നതിൻ്റെ അർത്ഥം സമ്പാദിക്കുമെന്ന്. നിങ്ങൾ അങ്ങനെയൊക്കെ ഓർത്ത് വെച്ചോണേ. ഇതെന്നും നമ്മൾ എക്സാക്റ്റ് മീനിങ് അല്ല പറയുന്നത്, നിങ്ങൾ എന്നാലും ഓർത്ത് വെച്ചോണം. ഇതെല്ലാം പരീക്ഷയ്ക്ക് ഓർത്ത് വെച്ചോണം. ബൈ എന്ന് പറഞ്ഞാൽ എന്താ? മേടിക്കുക എന്നല്ലേ അർത്ഥം. സാധനങ്ങൾ മേടിക്കുക എന്നല്ലേ അർത്ഥം. പുട്ട് ഈ BY ഇല്ലേ, പുട്ട് ബൈ എന്ന് പറഞ്ഞാൽ ഈ BY നിങ്ങൾ BUY എന്ന് ഓർത്ത് വെച്ചോ. ബൈ എന്ന് പറഞ്ഞാൽ സാധനം മേടിക്കുക എന്നർത്ഥം. അപ്പോൾ സാധനം മേടിക്കാൻ നമ്മൾ എന്ത് വേണം? നമ്മൾ പൈസ സമ്പാദിച്ചാലേ നമുക്ക് സാധനം മേടിക്കാൻ സാധിക്കൂ. അപ്പോൾ പുട്ട് ബൈ എന്ന് പറയുന്നത് എന്താണ്? ടു സേവ് ആൻ എമൗണ്ട്. ഓർത്ത് വെച്ചോണേ, ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ബൈ ടു സേവ് ആൻ എമൗണ്ട്. ബൈ, സാധനം മേടിക്കാൻ നമുക്ക് പൈസ സമ്പാദിച്ച് വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പോൾ പുട്ട് ബൈ ടു സേവ് ആൻ എമൗണ്ട്, മറക്കല്ലേ. അടുത്തത് പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ വിയർ ഓർ സ്വിച്ച് എന്നാണ് വരുന്നത്. അതായത് നമ്മൾ ഷർട്ടൊക്കെ ധരിക്കുക എന്നൊക്കെ അർത്ഥം വരും. ധരിക്കുക, പിന്നെ അതൊരു പുട്ട് ഓൺ, സ്വിച്ച് ഇടുക എന്നൊക്കെ ഓർത്ത് വെച്ചാൽ മതി. പുട്ട് ഓൺ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അതൊക്കെയാണ്. വിയർ ഓർ സ്വിച്ചൊക്കെ ഇടുക, അതുപോലെ തന്നെ ഷർട്ടൊക്കെ ധരിക്കുക, ഇതാവുക, പുട്ട് ഓൺ ആവുക എന്നുള്ളതാണ് അർത്ഥം, പുട്ട് ഓണിൻ്റെ അർത്ഥം. ക്ലിയർ ആയ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ വിയർ ഓർ സ്വിച്ച്. അടുത്ത പുട്ടപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റൈസ് ഓർ ബിൽഡ് എന്നാണ് പറയുന്നത്. അതായത് നിർമ്മിക്കുക എന്നർത്ഥമാണ് പുട്ടപ്പ്. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ അപ്പ് ചെയ്ത് വരിക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? റൈസ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരിക. അത് നിർമ്മിച്ചല്ലേ മുകളിലോട്ട് പോകാൻ പറ്റും. റൈസ് ചെയ്ത് വരിക, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പുട്ടപ്പ് എന്ന് പറയുന്നത് റൈസ് ഓർ ബിൽഡ്, നിർമ്മിക്കുക എന്നാണ് അർത്ഥം വരുന്നത്. പുട്ടപ്പ്, മുകളിലോട്ട് പോവുക, റൈസ് ചെയ്ത് മുകളിലോട്ട് പോവുക, അല്ലെങ്കിൽ അവൻ വളർന്ന് മുകളിലോട്ട് പോവുക എന്നൊക്കെ ഉള്ള അർത്ഥം വരത്തില്ലേ, അതാണ് ഇവിടെ വരുന്നത് പുട്ടപ്പ്. അടുത്തത് പുട്ടപ്പ് വിത്ത് വരുന്നത് എന്താണ്? പുട്ടപ്പ് വിത്ത് വരുന്നത് ടോളറേറ്റ്. പുട്ടപ്പ് വിത്ത് എന്ന് പറഞ്ഞാൽ ടോളറേറ്റ്, അതായത് സഹിക്കുക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ടോളറേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സഹിക്കുക എന്നാണ് പുട്ടപ്പ് വിത്ത്. നമ്മളിപ്പം ഉയർച്ചകളിലോട്ട് പോകും തോറും നമുക്ക് നിങ്ങൾ ഇത്ര ഓർത്ത് വെച്ചാൽ പുട്ടപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർച്ചകളിലോട്ട് പോകും, അത് ബിൽഡ് റൈസ് വരും. അതുപോലെ തന്നെ പുട്ടപ്പ് വിത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഉയർച്ചകളിലോട്ട് പോകും തോറും നമുക്ക് ഓരോ മാനസിക പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ച് വരും. അതിനനുസരിച്ച് നമ്മൾ സഹിച്ച് വേണം മുകളിലോട്ട് പോകാൻ. അങ്ങനെ ഓർത്ത് വെച്ചാൽ പുട്ടപ്പ് വിത്ത്.
ഉയരുന്നതിനോടൊപ്പം തന്നെ ടോളറേറ്റും വരും. അങ്ങനെ ഓർത്ത് വെച്ചാൽ പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, പുട്ടപ്പ് വിത്ത് ടോളറേറ്റ് മറക്കല്ലേ. അടുത്തത് പുട്ട് ഡൗൺ. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ് എന്നാണ് അർത്ഥം. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ സപ്രസ്, അതായത് സപ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സപ്രസ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം വരുന്നത്? അടിച്ചമർത്തുക അല്ലെങ്കിൽ താഴ്ത്തുക എന്നാണ്. ഒരുത്തനെ താഴ്ത്തുക അല്ലെങ്കിൽ അവനെ അടിച്ചമർത്തുക എന്നൊക്കെയാണ് പുട്ട് ഡൗൺ. ഡൗൺ എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? താഴോട്ട് പോകുന്നില്ലേ, അടിച്ചമർത്തുക, താഴോട്ട് അടിച്ചമർത്തുക അല്ലെങ്കിൽ താഴ്ത്തുക എന്നൊക്കെയല്ലേ അർത്ഥം വരുന്നത് പുട്ട് ഡൗൺ. അത് തന്നെയാണ് ഇവിടെ വരുന്നത്. പുട്ട് ഡൗൺ സപ്രസ്, അടിച്ചമർത്തുക അല്ലെങ്കിൽ താഴ്ത്തുക. ക്ലിയർ ആയേ? പുട്ട് ഡൗൺ അടിച്ചമർത്തുക. ക്ലിയർ ആയേ? അടുത്ത പുട്ട് ഫോർത്ത്. പുട്ട് ഫോർത്ത് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തോ? ഹാർഡ് വർക്ക് ഓർ പ്രൊഡ്യൂസ്. ഹാർഡ് വർക്ക് ഓർ പ്രൊഡ്യൂസ്. പുട്ട് ഫോർത്ത് എന്ന് പറയുമ്പോൾ ഹാർഡ് വർക്ക് ഓർ പ്രൊഡ്യൂസ്, അതായത് കഠിനാധ്വാനം ചെയ്യുക എന്നാണ് പുട്ട് ഫോർത്തിൻ്റെ അർത്ഥം. പുട്ട് ഫോർത്തിൻ്റെ അർത്ഥം എന്താണ്? കഠിനാധ്വാനം ചെയ്യുക എന്നതാണ്. അടുത്തത് പുട്ട് ഔട്ട്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിൻഗ്വിഷ് ആണ് വരുന്നത്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിൻഗ്വിഷൻ ധർമ്മം എന്താ? തീയൊക്കെ കെടുത്തുക എന്നുള്ളതല്ലേ. അപ്പം എന്താണ് പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ കെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പുട്ട് ഔട്ട് എക്സ്റ്റിങ്വിഷ് ആണ്, കെടുത്തുക എന്നാണ് അർത്ഥം വരുന്നത്. പുട്ട് ഔട്ട്. അടുത്ത പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്ത്? പോസ്റ്റ്പോൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക, അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും നമ്മുടെ എക്സാമോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ പോസ്റ്റ്പോൺ ചെയ്യുക എന്നൊക്കെ കേട്ടില്ലേ, അതിൻ്റെ ഒരു ഫ്രേസിൽ വർബാണ് വരുന്നത് പുട്ട് ഓഫ്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ പോസ്റ്റ്പോണ്ട്. പുട്ട് ഓഫ് പോസ്റ്റ്പോണ്ട്. ക്ലിയർ ആയി? അടുത്തത് പുട്ട് എ സൈഡ്. പുട്ട് എ സൈഡ് എന്ന് പറയുമ്പോൾ കീപ്പ് ഓർ സജസ്റ്റ് ആണ്. വരുന്നത്. അതായത് മറ്റൊരു ആവശ്യത്തിനായി മാറ്റി വെക്കുക എന്നൊക്കെയാണ്. സജസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റൊരു ആവശ്യത്തിനായൊക്കെ മാറ്റി വെക്കുക എന്നൊക്കെയാണ് പുട്ട് എ സൈഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. അടുത്തത് പുട്ട് ആൻ എൻഡ് ടു. പുട്ട് ആൻ എൻഡ് ടു എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് എന്നാണ് അർത്ഥം വരുന്നത്. എൻഡ് ടു ഓൾറെഡി പുട്ട് ആൻ എൻഡ് വരുന്നുണ്ട്. എൻഡ് വരുമ്പോൾ എന്താണ് നമുക്ക് ഓൾറെഡി അവിടെ മീനിങ് വരുന്നത്? സ്റ്റോപ്പ് ആണല്ലോ. അപ്പോൾ നമുക്ക് എളുപ്പം ഓർത്ത് നോക്കാമേ. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ്. അപ്പോൾ നമുക്ക് പുട്ട് ഒന്നുകൂടെ പറഞ്ഞ് നമുക്ക് പഠിച്ചു പോകാം. പുട്ടിൻ എന്ന് പറയുമ്പോൾ എന്താണ്? അപ്പോയിൻറ്റ് ഓർ ഇൻസേർട്ട് നിയമിക്കുക, അകത്തോട്ട് തള്ളിക്കയറ്റുക. പുട്ട് അക്രോസ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് ബൈ എന്ന് പറയുമ്പോൾ ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ബൈ ടു സേവ് ആൻ എമൗണ്ട്. പുട്ട് ഓൺ വിയർ ഓർ സ്വിച്ച്. പുട്ട് അപ്പ് റൈസ് ഓർ ബിൽഡ്, നിർമ്മിക്കുക, മുകളിലോട്ട് വളരുക എന്നൊക്കെ അർത്ഥം. അടുത്തത് പുട്ട് അപ്പ് വിത്ത് എന്താണ്? ടോളറേറ്റ്. പുട്ട് ഡൗൺ സപ്രസ്, അടിച്ചമർത്തുക. പുട്ട് ഫോർത്ത് ഹാർഡ് വർക്ക് ഓർ പ്രൊഡ്യൂസ്, കഠിനാധ്വാനം ചെയ്യുക എന്നത്. പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ എക്സ്റ്റിൻഗ്വിഷ്, കെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. പുട്ട് ഓഫ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസ്റ്റ്പോണ്ട്, സമയം നീട്ടി വെക്കുക, നമ്മുടെ എക്സാമിൻ്റെ ഒക്കെ സമയം നീട്ടി വെക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അടുത്തത് പുട്ട് എ സൈഡ് എന്ന് പറയുന്നത് കീപ്പ് ഓർ സജസ്റ്റ് ആണ്. പുട്ട് ആൻ എൻഡ് ടു എന്ന് പറയുന്നത് എൻഡ് വരുന്നത് കൊണ്ട് സ്റ്റോപ്പിൻ്റെ അർത്ഥമാണ് വരുന്നത്. പുട്ട് ആൻ എൻഡ് ടു സ്റ്റോപ്പ് എന്നാണ് അതിനർത്ഥം വരുന്നത്. ക്ലിയർ ആയേ? അപ്പോൾ നമ്മൾ പുട്ട് ഇത്രയും പഠിച്ച് മറക്കല്ലേ, ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഫ്രേസൽ വെർബിലോട്ട് പോകാം. അടുത്ത നമ്മൾ ബ്രേക്കാണ് പറയാൻ പോകുന്നത്. ബ്രേക്കാണ് പറയുന്നത്. ഫസ്റ്റ് വരുന്നത് ബ്രേക്കിൽ വരുന്നത് ബ്രേക്ക് ഇൻറ്റു ആണ്. ബ്രേക്ക് ഇൻറ്റു എന്ന് പറയുമ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളിയാണ്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബ്രേക്ക് ഇൻറ്റു എന്ന് പറയുമ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളിയാണ്. അപ്പോൾ നിങ്ങൾ ബ്രേക്ക് ഇൻറ്റു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പം അതായത് സ്കൂളിലൊക്കെ പഠിക്കുമ്പം ഈ ബ്രേക്സ് വരത്തില്ലേ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഈ ബ്രേക്ക് ടൈം കഴിയത്തില്ല. ആ ബ്രേക്ക് ടൈം കഴിയാറാകുമ്പോഴത്തേനും ഒരു ബെല്ലടിക്കുമ്പോൾ നമ്മൾ ഓടിപ്പോവില്ലയോ, ബ്രേക്ക് ഇൻറ്റു ഓടിപ്പോയി ഫോഴ്സ്ഫുള്ളി ആയിട്ട് പോയി ക്ലാസ്സിലോട്ട് കയറുവാണ് അതിനർത്ഥം. അപ്പോൾ അത് തന്നെ ഓർത്ത് വെച്ചോ. ബ്രേക്ക് ഇൻറ്റു എന്ന് പറയുന്നത് എൻ്റർ ഫോഴ്സ്ഫുള്ളി, ബ്രേക്ക് ചെയ്ത് കടന്നു വിടുന്നു എന്നാണ്. അപ്പം ബ്രേക്ക് ഇൻറ്റു എന്ന് പറയുമ്പോൾ എൻ്റർ ഫോഴ്സ്ഫുള്ളി. ക്ലിയർ ആയ? ബ്രേക്ക് ഇൻറ്റു എൻ്റർ ഫോഴ്സ്ഫുള്ളി. അടുത്തത് ബ്രേക്ക് ഡൗൺ ആണ്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഫങ്ഷനിങ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ ബ്രേക്ക് ഡൗൺ ഓർത്ത് നോക്കാമല്ലോ. നമ്മളിപ്പോൾ ഒരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുക. കാർ ഓടുന്ന വാക്കിൽ നമ്മൾ ഡെയിലി ലൈഫിൽ നമുക്ക് നടക്കുന്നതാണ്. ഓടുന്ന വാക്കിൽ ഒരു കാറിൽ ബ്രേക്ക് ഡൗൺ ആയി കാറ് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫംഗ്ഷൻ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. ബ്രേക്ക് ഡൗൺ ആകുമ്പോഴേ വണ്ടി അവിടെ സ്റ്റോപ്പ് ആവുമല്ലോ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നതിനനുസരിച്ച് ബ്രേക്ക് ഡൗൺ ആകുമ്പോൾ കാറിൻ്റെ എല്ലാ ഫംഗ്ഷനും അങ്ങ് നിൽക്കുകയാണ്, പിന്നെ കാർ അവിടെ തന്നെ നിൽക്കുകയാണ്. അത് തന്നെയാണ് ഇവിടെ ആ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ ഇവിടെ കിട്ടും. ബ്രേക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ഫംഗ്ഷനിങ്. അടുത്തത് ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മേക്ക് എ അച്ചീവ്മെൻറ്റ്. അതായത് ചിലർക്ക് കരിയറിലൊക്കെ ചില ബ്രേക്ക് ത്രൂസും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ വളരെ വളരെ ഉയരത്തിലോട്ടൊക്കെ പോകത്തില്ല, ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടൊക്കെ വരത്തില്ല. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ബ്രേക്ക് ത്രൂ എന്ന് പറയുമ്പോൾ മേക്ക് അച്ചീവ്മെൻറ്റ്.
അടുത്തത് ബ്രേക്ക് ഔട്ട്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി ആണ് വരുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി ആണ്. നമ്മളിപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ് ഇവിടെ വരുന്നത്, അർത്ഥമായിട്ട് വരുന്നത്. ബ്രേക്ക് ഔട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ട് സഡൻലി, പെട്ടെന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെയാണ് ബ്രേക്ക് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ബ്രേക്ക് ഔട്ട് മറക്കല്ലേ, ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് സഡൻലി. അടുത്തത് ബ്രേക്ക് എവേ. ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ് ആണ് വരുന്നത്. ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പ് ആണ് വരുന്നത്. ഇപ്പോൾ ബ്രേക്ക് എവേ പഠിക്കാൻ ആ എവേന്ന് കിടക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എസ്കേപ്പ് എന്നുള്ളൊരു ഇതിലോട്ട് വരണം. അതായത് ഇപ്പോൾ നമ്മളിപ്പം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒരാളെ അടിച്ചിട്ട് ഓടുക എന്നൊക്കെ അങ്ങ് ഉദ്ദേശിച്ചങ്ങ് വെക്കണം. ബ്രേക്ക് എവേ എസ്കേപ്പ്, ബ്രേക്ക് എവേ എസ്കേപ്പ്. സാധനം എടുത്തുകൊണ്ടൊക്കെ ഓടുക എന്നൊക്കെ അങ്ങ് ആലോചിച്ചങ്ങ് എടുക്കണം. ബ്രേക്ക് എവേ അവിടെ വന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എസ്കേപ്പിൻ്റെ ഒരു ഇതും വരുമെന്ന് നിങ്ങൾക്കൊരു കോമൺ ലോജിക്ക് വരണം. ബ്രേക്ക് എവേ എന്ന് പറയുമ്പോൾ എസ്കേപ്പാണ്. ബ്രേക്ക് എവേ എസ്കേപ്പ്. ക്ലിയർ ആയേ? അടുത്തത് ബ്രേക്കപ്പ് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവൻ അവളെ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ അവൾ അവനെ ബ്രേക്കപ്പ് ചെയ്തു എന്നൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന നമ്മുടെ ഡെയിലി ലൈഫിൽ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കുമാണ്. അത് രണ്ട് പ്രണയ കമിതാക്കൾ തമ്മിൽ റിലേഷനിലായിട്ട് പോയിട്ട് റിലേഷൻ പെട്ടെന്ന് ബ്രേക്കപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? കം ടു ആൻ എൻഡ് ആണ് വരുന്നത്. കം ടു ആൻ എൻഡ്. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, അത് പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ല. ബ്രേക്കപ്പ് എന്ന് പറയുമ്പോൾ കം ടു ആൻ എൻഡ്, കം ടു ആൻ എൻഡ്. ബ്രേക്കപ്പ് കം ടു ആൻ എൻഡ്. അപ്പോൾ ബ്രേക്കിൻ്റെ ഒന്ന് നോക്കാം. ബ്രേക്ക് ഇൻ ടു എൻ്റർ ഫോഴ്സ്ഫുള്ളി, ബ്രേക്ക് ഡൗൺ സ്റ്റോപ്പ് ഫങ്ഷനിങ്, ബ്രേക്ക് ത്രൂ മേക്ക് അച്ചീവ്മെൻറ്റ്, ബ്രേക്ക് ഔട്ട് സ്റ്റാർട്ട് സഡൻലി, ബ്രേക്ക് എവേ എസ്കേപ്പ്, ബ്രേക്ക് അപ്പ് കം ടു ആൻ എൻഡ്. ഇനി നമുക്ക് കോളിൻ്റെ കൂടെ നോക്കാം. കോളിൻ്റെ കൂടെ നോക്കിയിട്ട് ക്ലാസ് എടുത്താം. കോൾ ഓൺ എന്ന് പറയുന്നത് എന്താണ്? വിസിറ്റ് എ പേഴ്സൺ ആണ്. അതായത് വിസിറ്റ് എ പേഴ്സൺ ആണ്. അതായത് ഇപ്പോൾ കോൾ ഓൺ അതായത് നമ്മളിപ്പം കോളിംഗ് ബെല്ലടിച്ചിട്ടല്ലേ ഒരാളുടെ വീട്ടിലോട്ട് നമുക്ക് ഒരാളെ കാണാൻ ചെല്ലാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അങ്ങ് കൊടുത്ത് വെച്ചാൽ കോളിംഗ് ബെല്ല് ഓൺ ചെയ്തിട്ടല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. കോളിംഗ് ബെല്ല് ഓൺ ചെയ്തിട്ടല്ലേ നമ്മളിപ്പോൾ ഒരാളെ കാണാൻ ഒരാളുടെ വീട്ടിലോട്ട് പോകാൻ പറ്റൂ. അപ്പോൾ അതങ്ങനെ ഓർത്ത് വെച്ചാൽ കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ, കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. അതുപോലെ തന്നെ കോൾ അറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. അത് നമുക്കറിയാം, ഇവിടെ അറ്റ് വന്നത് കൊണ്ട് തന്നെ നമുക്കവിടെ പ്ലേസിൻ്റെ കൂടെ എപ്പോഴും അറ്റ് വരത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കറിയാം കോൾ അറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? കോൾ അറ്റ് എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പ്ലേസ് ആണ്. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. ക്ലിയർ ആയി? അടുത്തത് കോൾ ഫോർ എന്ന് പറയുമ്പോൾ ഡിമാൻഡാണ്. നമ്മളെ ഇപ്പോൾ ഒരാൾ വിളിച്ചിട്ട് കുറച്ച് ഡിമാൻഡൊക്കെ പറയാം, നമ്മളെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ആവശ്യപ്പെടുന്നതും ഡിമാൻഡ് ചെയ്യുന്നതും ഒക്കെയാണ് കോൾ ഫോർ വരുന്നത്. കോൾ ഫോർ അവിടെ ആവശ്യപ്പെടുക എന്നാണ്. കോൾ ഫോർ ആവശ്യപ്പെടുക, അതായത് ഡിമാൻഡ് ചെയ്യുക. അടുത്തത് കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ടു ക്രൈ ആണ് വരുന്നത്. കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ടു ക്രൈ ആണ്. ഈ ഔട്ട് എന്നുള്ളത് നിങ്ങൾ മൂഡ് ഔട്ടായിട്ട് അങ്ങ് ചിന്തിച്ചാൽ മതി. ചില കോളൊക്കെ വരുമ്പം നമ്മളെ അങ്ങ് മൂഡ് ഔട്ടാക്കും, നമ്മളെ വരുന്ന മൂഡ് ഔട്ടാക്കി അങ്ങ് വിഷമിപ്പിച്ച് നമ്മളെ കരയിപ്പിക്കും. അങ്ങനെ അങ്ങ് ഓർത്ത് വെച്ചാൽ കോൾ ഔട്ട് എന്ന് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ കോൾ ഔട്ട് എന്ന് ഓർക്കുമ്പോൾ കോള് വിളിച്ച ഒരാൾ നമ്മളെ മൂഡ് ഔട്ടാക്കി കരയിപ്പിക്കുന്നത് നിങ്ങളങ്ങ് സങ്കല്പിക്കുക, അങ്ങ് വെക്കുക, അങ്ങനെ അങ്ങ് പഠിച്ചു വെക്കുക. കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ വിളിച്ച് നമ്മളെ മൂഡ് ഔട്ടാക്കി കരയിപ്പിക്കുക. അപ്പോൾ കോൾ ഔട്ടിൻ്റെ അർത്ഥം എന്താണ്? ടു ക്രൈ. കോൾ ഔട്ട് ടു ക്രൈ, മറക്കല്ലേ. കോൾ ഔട്ട് ടു ക്രൈ, മൂഡ് ഔട്ടാക്കിയിട്ട് കരയിപ്പിക്കുക. കോൾ ഔട്ട് ടു ക്രൈ. അടുത്തത് കോൾ ബൈ എന്താണ്? ടു വിസിറ്റ് ബ്രീഫ്ലി. കോൾ ബൈ ടു വിസിറ്റ് ബ്രീഫ്ലി, അതായത് ചെറിയൊരു വിസിറ്റ് നടത്തുക എന്നാണ്. കോൾ ബൈ എന്ന് പറഞ്ഞാൽ ടു വിസിറ്റ് ബ്രീഫ്ലി, പെട്ടെന്ന് വിസിറ്റ് ചെയ്തിട്ട് പോവുക, ചെറിയൊരു വിസിറ്റ് നടത്തുക എന്നാണ് കോൾ ബൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു വിസിറ്റ് ബ്രീഫ്ലി. അടുത്തത് കോൾ ഓഫ് എന്താണ്? കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ ചെയ്യുക എന്നാണ്. കോൾ ഓഫ് ക്യാൻസൽ ചെയ്യുക, അത് നമുക്കറിയാമല്ലോ. നമ്മളിപ്പോൾ ഒരാൾ വിളിച്ചിട്ട് നമ്മളെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഒരാൾ വിളിക്കുമ്പോൾ ഒരു 5 മിനിറ്റ് സംസാരിക്കും, പെട്ടെന്ന് നമ്മൾ കട്ട് ചെയ്തിട്ട് പോകും. അതാണ് ഉദ്ദേശിക്കുന്നത്. കോൾ ഓഫ് എന്താണ്? ക്യാൻസൽ ചെയ്യുക, പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യുക. കോൾ ഓഫ് എന്ന് പറയുമ്പോൾ ക്യാൻസൽ എന്നാണ് അടുത്തത്. ഒരു പ്രോഗ്രാമോ അല്ലെ കോൾ വരുമ്പോൾ കോള് ക്യാൻസൽ ചെയ്യുക എന്നാണ്. കോൾ ഓഫ് ക്യാൻസൽ. അടുത്തത് കോളിൻ എന്ന് പറയുമ്പോൾ സെൻഡ് ഫോർ ആണ്. എന്തെങ്കിലും കാര്യങ്ങൾ അയച്ചു കൊടുക്കുക എന്നതൊക്കെയാണ് വരുന്നത്. കോളിന് പറയുന്നത് സെൻഡ് ഫോർ. കോൾ വിളിച്ച് എന്തെങ്കിലും നമ്മൾ കാര്യങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക, കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. കോളിൻ എന്ന് പറയുമ്പോൾ എന്താണ്? സെൻഡ് ഫോർ. അപ്പോൾ ഒന്നുകൂടെ പറയാം. കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ, അതായത് നമ്മൾ കോൾ ഓൺ എന്ന് പറയുമ്പോൾ വിസിറ്റ് എ പേഴ്സൺ. കോളിംഗ് ബെല്ല് ഓൺ ചെയ്തിട്ട് വേണം ഒരാളെ വിസിറ്റ് ചെയ്യാൻ, അയാളുടെ വീട്ടിലോട്ട് കയറാൻ സാധിക്കും. അപ്പോൾ കോളിംഗ് ബെല്ല് ഓൺ ചെയ്യുക എന്ന് ഓർത്തു വേണം. കോൾ ഓൺ എന്ന് പറയുമ്പോൾ കോളിംഗ് ബെല്ല് ഓൺ ചെയ്യുക. കോൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. കോൾ അറ്റ് വരുന്നതുകൊണ്ട് പ്ലേസിൻ്റെ അവിടെ വരത്തുള്ളൂ. കോൾ അറ്റ് വിസിറ്റ് എ പ്ലേസ്. കോൾ ഫോർ ഒരു ആവശ്യത്തിന് വേണ്ടി വിളിക്കുക. അപ്പോൾ കോൾ ഫോർ ഡിമാൻഡ് ചെയ്യുക. കോൾ ഫോർ ഡിമാൻഡ്.
അടുത്തത് കോൾ ഔട്ട്, അതായത് കോൾ ഔട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മളെ ഒരാൾ ഫോം വിളിച്ചിട്ട് മൂഡ് ഔട്ട് ആക്കിയിട്ട് നമ്മളെ കൊണ്ട് കരയിപ്പിക്കുക. അപ്പോൾ കോൾ ഔട്ട് ടു ക്രൈ. അടുത്തത് കോൾ ബൈ എന്ന് പറയുമ്പോൾ ടു വിസിറ്റ് ബ്രീഫ്ലി. അടുത്തത് കോൾ ഓഫ് ക്യാൻസൽ ചെയ്യുക. പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കോൾ വരിക, നമ്മൾ പെട്ടെന്ന് തന്നെ ക്യാൻസൽ ചെയ്യുക, അതാണ് കോൾ ഓഫ് ക്യാൻസൽ. അടുത്തത് കോൾ ഇൻ എന്ന് പറയുമ്പോൾ സെൻഡ് ഫോർ. അപ്പം ഇത്രയും ഫ്രേസൽ വെർബ്സ് ആണ് നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ചെറിയൊരു ക്ലാസ്സാണ്, എന്നിരുന്നാൽ തന്നെ നിങ്ങൾക്ക് ഒരു മാർക്ക് ഇതിനകത്തൊന്ന് ഷുവറായിട്ടും കിട്ടുന്നതാണ്. മാക്സിമം ക്ലാസ്സസ് ഒന്ന് കാണാൻ ശ്രമിക്കും എല്ലാവരും. ഇനി വരുന്ന LDC ആയിക്കോട്ടെ, LPUP ആയിക്കോട്ടെ, എല്ലാ വരുന്ന എക്സാംസിനെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് നമ്മൾ പെട്ടെന്ന് ഇങ്ങനൊരു ക്ലാസ് തയ്യാറാക്കിയത്. അപ്പോൾ മാക്സിമം നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, മാക്സിമം ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്തുകൂടെ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ടെലഗ്രാം ചാനലിൽ മാക്സിമം ഒന്ന് ജോയിൻ ചെയ്യണം. മാക്സിമം എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ നമ്മൾ അതിനകത്താണ് ഇടുന്നത്. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ LDCയുടെ റിവിഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2 സബ്ജക്റ്റിൻ്റെ റിവിഷൻ ഇട്ടിട്ടുണ്ട്. മാക്സിമം അതുകൂടെ എല്ലാവരും ഒന്ന് കയറി കാണാൻ ശ്രമിക്കുക. മിഷൻ LDC 2024 എന്നാണ് നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ പേര്. അതെല്ലാവരും കയറി ഒന്ന് മാക്സിമം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന രീതിയിലാണ് എല്ലാ മോഡൽ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ച് നമ്മൾ എക്സ്പ്ലനേഷനും ഓപ്ഷൻസും എല്ലാം വെച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളുമുള്ള 1.5 മണിക്കൂർ നീളുന്ന 2 റിവിഷൻ ക്ലാസ്സസ് ആണ് ചെയ്തിരിക്കുന്നത്. അത് മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇത്രയും നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും